എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഓൺ വോയിസ് ആണ്. എല്ലാവരും മാക്സിമം ഇതൊന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏകദേശം 2 മിനിറ്റുള്ള ഒരു ഓൺ വോയിസ് ആണ്. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ പല തവണ ഞാൻ ഓൺ വോയിസിൽ പറയാറുണ്ട്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒറ്റയ്ക്കുള്ള ടൂറ് മാക്സിമം നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എവിടേക്കെങ്കിലും ടൂറ് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫാമിലിൻ്റെ കൂടെ വേറെ 1-2 ഫാമിലിനെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരിക. പിന്നെ പുതുതായിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുക, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പരസ്പരം ഈ വീഡിയോ ഒന്ന് അവരെ ഇൻബോക്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമായിരിക്കും, പക്ഷേ അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ പോകുക. ലോങ് പോകുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരാളെ കൂടെ കൂട്ടാൻ ശ്രമിക്കുക, വേറൊരു ഫാമിലിനെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു തലക്കറക്കം അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ളൊരു അറ്റാക്ക്, മരണം എന്തും സംഭവിക്കാം. അങ്ങനെ സംഭവിച്ച 1-2 വാർത്തകൾ കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയി. അതുപോലെ തന്നെ വേറൊരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ ഒരു സുഹൃത്ത്, സ്ഥലം ഞാൻ വെളിപ്പെടുത്തുന്നില്ല, രാത്രി അവന് കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം ആയിട്ടേ ഉള്ളൂ. അങ്ങനെ അവർ കല്യാണം കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ബൈക്കിലായിരുന്നു യാത്ര. ചെക്കൻ ഉസ്താദായിരുന്നു, എൻ്റെ ഒരു സുഹൃത്താണ്, ഭാര്യയുണ്ട് കൂടെ. അങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമമാണ് വരുന്നത്. ഇപ്പോഴും ആ ചെക്കൻ കിടപ്പിലാണ്. അങ്ങനെ കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് ഇവർ തിരിച്ച് വരുന്നത്. രാത്രി ഏകദേശം 12 മണിയായിട്ടുണ്ട്. ബൈക്കിലാണ് വരുന്നത്. തൊട്ട് പുറകിൽ വള്ളടിച്ചിട്ട് ഒരു 5-8 ആൾക്കാർ കാറിൽ വന്നു. എന്നിട്ട് ഈ ബൈക്കിന് അശ്രദ്ധ മൂലം തട്ടിയെന്ന് മാത്രമല്ല തെറിച്ചു വീണു. ചെക്കൻ്റെ നട്ടെല്ലിന് ക്ഷതമേറ്റിട്ട് അവൻ സ്പോട്ടിൽ ബോധം പോയി കിടപ്പിലായി. അങ്ങനെ നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിനെ ഈ 6 ആൾക്കാർ, രാത്രി ആ സമയം ആയതുകൊണ്ട് അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ഏരിയയാണ്. അങ്ങനെ ഈ പെൺകുട്ടിനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഈ വണ്ടിയിൽ കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നൊരു സാഹചര്യം വന്നു. തൊട്ടു പുറകിൽ വേറൊരു വണ്ടി വരാനിടയായി. ആ വണ്ടിക്കാരും കൂടി അവിടെ നിർത്തിയത് കൊണ്ട് ആ കുട്ടിക്കൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഹോട്ടലിൽ റൂം എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ എന്താ പറയുക, ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മളിങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ടൂറൊക്കെ പോകുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കാം. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വീഡിയോ ഒന്ന് ഇൻബോക്സിലേക്ക് വിട്ടുകൊടുക്കുക. പ്രത്യേകിച്ച് 21-22 വയസ്സുള്ള പുതുതായിട്ടുള്ള കല്യാണം കഴിക്കുന്ന ആൾക്കാർ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അല്ലാതെ നിങ്ങളെൻ്റെ വീഡിയോക്ക് ലൈക്ക് അടിക്കണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. കാരണം ഞാനൊക്കെ കൂടുതലും ഓൺ വോയിസുകൾ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന, അപ്പം അറിയാത്ത ചെക്കന്മാർക്കാണ് ഞാൻ അതേപോലെ നിങ്ങൾ നിക്കാഹൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് രാത്രി സൽക്കാരം മാക്സിമം നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു 7 മണിയാകുമ്പോൾ വൈഫിനെ നിങ്ങൾ വീട്ടിലാക്കിക്കോളി. ഒറ്റയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോയിക്കോളി. കാരണം നിങ്ങൾ ആൺകുട്ടികളാണ്. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അടിയോ പ്രശ്നങ്ങളോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടാവും. നമ്മൾ ആരാൻ്റെ കുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാണ്ട് ഓർക്കുമ്പോഴൊരു ദുരനുഭവം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക.